ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി ചക്ക ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും ചുളയും മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചക്കപ്പുഴുക്ക് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്ത് ഒരു കപ്പോളം വരും. അതിപ്പോൾ ഈ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചക്കച്ചുള ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്ക നന്നായിട്ട് തന്നെ ഒരു വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയുള്ളി അരിഞ്ഞത് ഒരു 5 എണ്ണം ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചേരുവകൾ ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചക്കപ്പുഴുക്ക് തയ്യാറായി കഴിയും. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ഈ ചക്കപ്പുഴുക്ക് തയ്യാറായി കഴിഞ്ഞു. എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് വാഴ ഇലയിലേക്ക് വിളമ്പി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ രുചികരമായിട്ടിരിക്കും. ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഞാനിപ്പോൾ കഞ്ഞിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കഞ്ഞിയുടെ കൂടെ ചക്കപ്പുഴുക്ക് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഈ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.